പെണ്ണ് കേസ് ഒരു പേര് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്താണ് പെണ്ണ് കേസ്? പെണ്ണ് കേസ് നമ്മളിപ്പോ ട്രെയിലറിലും ടീച്ചറിലൊക്കെ പറഞ്ഞ പോലെ വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടി, വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടി. അത് മതി. അത്രയും മതി. ബാക്കി അവളുണ്ടാക്കുന്ന കേസ് ഓക്കെ. നിഖിലയുടെ കഥാപാത്രം വളരെ, അതായത് നിഖില ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും തന്നെ വളരെ ബോൾഡ് ആയിട്ടുള്ളതും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളതുമാണ്. ഇതിലും അതേപോലെ തന്നെയുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡിഫറെന്റ് ആണ്. ബോൾഡ് ആണോന്ന് ചോദിച്ചാലല്ല, ബോൾഡാണല്ലോ ബോൾഡുമാണ്, ഡിഫറെന്റ് ആണ്. ഞാൻ ചെയ്ത പോലത്തെ കഥാപാത്രം അല്ല, വ്യത്യാസമുണ്ട്. ഓക്കെ. ഹക്കീമിക്ക ചെയ്തു വെച്ചിരിക്കുന്നതും വളരെ സീരിയസ് ആയിട്ട്, അല്ലല്ല, സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഈ അടുത്ത് ചെയ്തതെല്ലാം. പക്ഷെ നമ്മൾ ഇതിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹക്കീമിനെ കണ്ടു. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? അതെ, ഈ പടത്തില് കുറച്ച് വേറെ തന്നെ ഒരു ട്രാക്കാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. വർക്കായെന്ന് അറിയാൻ പാടില്ല, പടം കണ്ടിട്ടില്ല. പടം കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ പിന്നെ ഈ പോലീസായിട്ട് യൂണിഫോം ഇട്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ടിപ്പിക്കൽ സിനിമയിൽ കാണുന്ന ഒരു പോലീസ് അല്ല പുള്ളി ഒരു ഇത്തിരി മാന്യനായ നല്ലവനായ അങ്ങനത്തെ ഒരു പാവം പിടിച്ച പോലീസുകാരൻ. പുള്ളിയുടേതായ പ്രശ്നങ്ങളും പേഴ്സണൽ പ്രശ്നങ്ങളും ട്രോമയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പോലീസുകാരൻ. പുള്ളിയുടെ മുന്നിലേക്ക് ഒരു കേസ് വന്നു കൊടുക്കുന്നതും പുള്ളി അന്വേഷിച്ചതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് ലോകത്തെ അറിയിക്കുന്നതുമാണ് കഥ. എനിക്ക്, അതായത് ഞാനൊക്കെ ഒരു സിനിമ കണ്ടു തുടങ്ങിയ കാലം തൊട്ട് കണ്ടുവരുന്ന ഒരു മുഖമാണ്. ഒരുപാട് പ്രായമായില്ലപ്പോ. അപ്പൊ എന്താ പറയാ, പഴയ ജനറേഷന്റെ കൂടെയും ഇപ്പതാ പുതിയ ജനറേഷന്റെ കൂടെയും സിനിമ ചെയ്യുന്നു. എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്? അതെ, വ്യത്യാസമൊന്നുമില്ല. എല്ലാ സിനിമയിലും അഭിനയിക്കുക, അതാണ് നമ്മുടെ പണി, അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ പുതിയവരുടെ കൂടെ കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ 30 വർഷമായി, ഇപ്പൊ എന്തിനാ പ്രായം ഒടിക്കേണ്ട അല്ലെങ്കിൽ സീനിയോറിറ്റി ഒടിക്കേണ്ട കാര്യത്തില് 30 വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട്. 30 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ കൂടെ 2 തലമുറയുടെ കൂടെ സഞ്ചരിക്കാൻ കഴിയുന്നു എന്നുള്ളതും, പുതിയ തലമുറയുടെ കൂടെ വരുമ്പോൾ നമ്മളും ചെറുപ്പമാവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സുഖമുണ്ട്. പിന്നെ ഫെബിന്റെ ആദ്യത്തെ സിനിമ, ഇപ്പോ ഫെബിൻ സ്ക്രിപ്റ്റ് എഴുതിയ ആദ്യത്തെ ഭഗവാൻ ദാസിന്റെ രാമരായത്തിലും ലീഡിംഗ് വേഷം ചെയ്യാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പൊ ഈ 2ാമത്തെ സിനിമ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഇതിൽ ആദ്യം കഥ കേൾക്കുന്ന ഒരാള്. കാരണം ആ സിനിമ കഴിഞ്ഞ എന്നോട് ഈ സിനിമയുടെ സബ്ജക്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷങ്ങളൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും എന്നോട് അന്ന് പറഞ്ഞ അതേ കഥാപാത്രം തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. ഡയറക്ടറായിട്ട് ഉള്ള ഫസ്റ്റ് ഫിലിം ആണല്ലോ. എഴുത്തുകാരനായിട്ടാണോ ഡയറക്ടറായിട്ടാണോ ഏറ്റവും സമാധാനം തോന്നിയത്? രണ്ടിനും സമാധാനം ഉണ്ടാവില്ല. പക്ഷെ എഴുത്തുകാരനെ എഴുതുമ്പോ ഏറ്റവും നല്ലതെന്ന് തോന്നി. എഴുത്തിന് വേറെ പ്രശ്നമില്ലല്ലോ, ഒരുപാട് ചെയ്തോ. ഡയറക്ഷൻ ചെയ്യുമ്പോൾ ഡയറക്ഷനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു മെന്റലി ഒക്കെ ഭയങ്കര നമുക്ക് സ്ട്രെസ്, ഭയങ്കര ഇതെന്താണ് സംഭവിക്കുന്നത് അറിയാത്തതിന്റെ പ്രശ്നം. ഒരു വലിയൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇതിനെ ഡെയിലി ചെയ്യാന്ന് പറയുന്നത്, ഇതിപ്പം നമ്മൾ ക്രിയേറ്റിവിറ്റിന്റെ അപ്പുറത്ത് ഒരു സെറ്റ് കൈകാര്യം ചെയ്യാന്ന് പറയുന്നതൊക്കെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ട് തന്നെ മാനസിക, നമുക്ക് ടെൻഷൻ ആയിരിക്കും നമുക്ക്. അതുണ്ടാവും. ഇവരെ മേക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻവെർട്ടറാണോ? എനിക്ക് തോന്നി സംസാരിച്ചു തുടങ്ങിയപ്പോ സൗണ്ട് പൊങ്ങുന്നില്ല. ഞാൻ ഇനി അങ്ങനെ കംഫർട്ട് സ്പേസ് മാത്രമേ സംസാരിക്കുന്നതാണ്. സ്പേസിൽ കുറച്ച് ഓവറാണെന്നോ. അപ്പൊ അല്ല, ഇവരെ എനിക്ക് ഭയങ്കര എല്ലാരും അടുത്ത പരിചയം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ കഥ പറഞ്ഞ ശേഷം പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ പെണ്ണ് കേസ് എന്നൊരു സ്ക്രിപ്റ്റ്, ഐ മീൻ ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോ നിഖില എന്തുകൊണ്ട് മനസ്സിൽ വന്നു? സത്യം പറഞ്ഞാൽ മനസ്സിൽ വന്നിട്ടില്ല. അവസാനം അല്ല, അങ്ങനെയല്ല. ഒരു നയൻതാരായിരുന്നു ആദ്യം. അല്ല, നമ്മള് എഴുതി വന്നപ്പോ അങ്ങനെ ഒരു ആളെ കണ്ടിട്ടൊന്നും എഴുതി. പക്ഷെ നമ്മളെ കുറച്ചുപേരൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു, 2 പേരൊക്കെ. പിന്നെ എനിക്കൊന്ന് 2 വർഷം മുന്നേ അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഈ ക്യാരക്ടർ ചെയ്യാൻ ഒരു ധൈര്യം വേണം ശരിക്കും. നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ് അത്. വേറെ രീതിയിൽ അത് ഇരിക്കുമ്പോഴല്ലേ പറഞ്ഞു നമ്മള് വെറുതെ അല്ല, അത് എടുക്കാൻ അതിൽ മലയാളത്തിലെല്ലാ
നായികമാരും തയ്യാറാവണമെന്നൊന്നുമില്ല. ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രം അത്. ഓക്കെ, നെഗറ്റീവ് ഷെയ്ഡ് ആണ് അപ്പോ. അപ്പൊ ഇതില് അങ്ങനെയാണ് അതിനുള്ള ബുദ്ധി ഉണ്ടായില്ല എന്ന് പറയും. ആളുകളെ പറ്റിച്ചു പോവാന്നുള്ളതാണ്. അതെ അതെ. ഓക്കെ.